അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ എൻ്റെ പ്രിയ സഹോദരിമാരെ, മീഡിയ പ്രതിനിധികളെ, നമുക്ക് സാങ്കേതിക സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ശരീരം കൊണ്ട് നമ്മോടൊപ്പമില്ലെങ്കിലും മനസ്സുകൊണ്ട്, പ്രാർത്ഥനാ നിർഭരമായ മനസ്സുകൊണ്ട് നമ്മെ ചെവിയോർക്കുന്ന കേരളത്തിന് പുറത്തുള്ള, ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമുള്ള എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഈ സന്ദർഭത്തിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ വിഷയം, അതായത് ഇസ്ലാം, സ്ത്രീ സുരക്ഷ, സ്വാതന്ത്ര്യം എന്ന വിഷയം ഇവിടെ ചർച്ചയ്ക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്. സമാനമായ തലക്കെട്ടിൽ നാം പലപ്പോഴായി, പല തവണയായി അടിക്കടി ഈ വിഷയം ചർച്ച ചെയ്യാറുള്ളതാണ്. എങ്കിലും എത്ര തന്നെ ചർച്ച ചെയ്താലും പ്രസക്തി നഷ്ടപ്പെടാത്ത ഒരു വിഷയമാണ് ഇസ്ലാം, സ്ത്രീയും അവളുടെ സുരക്ഷയും സ്വാതന്ത്ര്യവും എന്നത്. 4 വാക്കുകളാണ് തലക്കെട്ടിലുള്ളത്. ഈ 4 വാക്കുകളും സ്റ്റേജുകളിലും പേജുകളിലും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വാക്കുകളാണ്. എന്താണ് ഇസ്ലാം? നമുക്കെല്ലാവർക്കും അറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആദ്യ മനുഷ്യ സൃഷ്ടിയായ ആദം നബിക്കും ഹവ്വാ ബീവിക്കും ഭൂമിയിൽ വസിക്കുവാൻ വേണ്ടി അവരെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ തന്നെ നൽകിയ വാഗ്ദാനമായിരുന്നു, ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശവുമായി പ്രവാചകന്മാർ അവരിലേക്ക് വന്നുകൊണ്ടിരിക്കുമെന്നും അവരെ പിൻപറ്റുന്നവർക്ക് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല എന്നും. അങ്ങനെ ആ പ്രവാചകന്മാരിലൂടെ 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരിലൂടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു തന്ന ഈ ദിവ്യബോധനം, മാർഗദർശനം അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിച്ചു തന്ന കാര്യം ഇവിടെ അധ്യക്ഷ സൂചിപ്പിക്കുകയുണ്ടായി. ഈ ഇസ്ലാം യഥാർത്ഥത്തിൽ അത് സ്ത്രീപക്ഷമോ പുരുഷപക്ഷമോ എന്ന് മാത്രമല്ല, അത് മനുഷ്യപക്ഷം പോലുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനുഷ്യപക്ഷം എന്നതുപോലെ തന്നെ സകല ചരാചരങ്ങളുടെയും പക്ഷത്താണ്. ആകാശത്തെയും ഭൂമിയെയും ചൂഴ്ന്നു നിൽക്കുന്ന, വൃക്ഷലതാദികളെ പക്ഷിമൃഗാദികളെ ചൂഴ്ന്നു നിൽക്കുന്ന, കരയിലും കടലിലും ഉള്ള കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു നിയമ സംഹിത, ഒരു ജീവിത വ്യവസ്ഥ, അത് സമ്പൂർണമാണ്, സമഗ്രമാണ്, സന്തുലിതമാണ് എന്ന് ഇവിടെ പറയപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ ഓരോ സൃഷ്ടിക്കും, പടച്ച തമ്പുരാൻ സൃഷ്ടിച്ച ഓരോ സൃഷ്ടിക്കും, ആണാവട്ടെ പെണ്ണാവട്ടെ, മൃഗങ്ങളാവട്ടെ പക്ഷികളാവട്ടെ വൃക്ഷലതാദികളാവട്ടെ, ഓരോ സൃഷ്ടിക്കും ഓരോ ദൗത്യമുണ്ട്. ആ ദൗത്യം നിർവഹിക്കുവാൻ ഉതകുന്ന നിയമസംഹിതകളാണ് ആ ഓരോ സൃഷ്ടിക്കും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗദർശനം ചെയ്തിട്ടുള്ളത്. ഒരു മത്സ്യത്തെ കടലിൽ നിന്നും പുറത്തെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നും പുറത്തെടുത്തുകൊണ്ട് നീ ജീവിക്കണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ മത്സ്യത്തിന് ജീവിക്കുക സാധ്യമല്ല. ആകാശത്ത് വിഹായസിൽ പറന്ന് സുന്ദരമായി പറന്ന് ജീവിക്കുന്ന പക്ഷികളെ പിടിച്ച് കൂട്ടിലിട്ടാലും ഇത് തന്നെയാണ് അവസ്ഥ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ place for everything and everything in its place. ഓരോരുത്തർക്കും, ഓരോ സൃഷ്ടിക്കും ഓരോ സ്ഥാനം ഇസ്ലാമിലുണ്ട്. അവർ ആ സ്ഥാനത്ത് തന്നെ ആയിരിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. അത് അങ്ങനെ ഓരോ സൃഷ്ടിക്കും ഓരോ പ്രകൃതമുണ്ട്. ആ പ്രകൃതം നിർവഹിക്കുവാൻ, ആ പ്രകൃതത്തിനനുസരിച്ചുള്ള നിയമസംഹിതകളാണ് നാം ഇസ്ലാമിൽ കാണുന്നത്. അത് സ്ത്രീയെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അടിസ്ഥാനം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇസ്ലാമിൽ സ്ത്രീയെക്കുറിച്ചുള്ള, സ്ത്രീ സംബന്ധിയായ നിയമങ്ങൾ വരുമ്പോൾ അത് ആളുകൾക്ക് മനസ്സിലാകാതെ പോകുന്നത്. നാം മനസ്സിലാക്കേണ്ടുന്നുണ്ട്, ഒരു സമൂഹം അത് എത്രത്തോളം സംസ്കാര സമ്പന്നമാണ്, അത് എത്രത്തോളം ഉന്നതമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ സമൂഹത്തിലെ സ്ത്രീകൾക്ക് നൽകിയ സ്ഥാനം എന്താണ്, ആ സമൂഹത്തിലെ സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള വില എന്താണ്, ആ സമൂഹത്തിലെ സ്ത്രീകൾ എത്രത്തോളമാണ് ആ സമൂഹത്തിന്റെ വ്യത്യസ്ത തുറകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പഠിച്ചാൽ യഥാർത്ഥത്തിൽ നമുക്ക് ആ സമൂഹത്തിൽ സ്ത്രീകളുടെ സ്ഥാനം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇസ്ലാം 6-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിന്റെ സമ്പൂർണതയിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ
ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം ഏതൊരവസ്ഥയിലായിരുന്നു സ്ത്രീ ഉണ്ടായിരുന്നത് എന്ന്. എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് അൻ-നഹ്ലിലെ 58-59 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അവസ്ഥ നമുക്ക് വ്യക്തമായി വിവരിച്ചു തരുന്നുണ്ട്. ഒരു പെൺകുഞ്ഞ്, അവരിൽ ഒരാൾക്ക് പെൺകുഞ്ഞ് പിറന്നതായ സന്തോഷ വാർത്ത ലഭിച്ചാൽ അവർ ദുഃഖത്താൽ അവന്റെ മുഖം കറുത്തിരുളുന്നു. എന്നിട്ടോ തനിക്ക് ലഭിച്ച സന്തോഷ വാർത്തയുണ്ടാക്കിയ അപമാനത്താൽ അവൻ ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു മറയുന്നു. അയാളുടെ പ്രശ്നം അപമാനം സഹിച്ചതിനെ നിലനിർത്തണമോ അതല്ല മണ്ണിൽ കുഴിച്ചു മൂടണമോ എന്നതാണ്. അറിയുക, അവരുടെ തീരുമാനം വളരെ നീചം തന്നെ. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പെൺകുഞ്ഞ് ജനനത്തെ കുറിച്ച് പറഞ്ഞത് ഇദാ ബുശ്റ അഹദുക്കും എന്നാണ്. അതായത് സന്തോഷ വാർത്തയാണ്. യഥാർത്ഥത്തിൽ ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നു എന്നത് തന്നെ മനുഷ്യ സമൂഹമേ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷ വാർത്തയാണ് ആവേണ്ടത് എന്ന സൂചന കൂടി ഈ ആയത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പെൺകുഞ്ഞ് ജനിക്കുക എന്നത് ആഗ്രഹമായി അതൊരു തേട്ടമായി മനുഷ്യ മനസ്സിൽ ഇട്ടുകൊടുക്കുകയാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചെയ്തത്. 3 പെൺകുട്ടികൾ ഉണ്ടാവുകയും അവരെ വളർത്തി വലുതാക്കി അവരെ പഠിപ്പിച്ച് അവരെ വളർത്തി അവരെ പ്രാപ്തരാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ആ വ്യക്തിക്ക് സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കും എന്നുവരെ പറഞ്ഞുകൊണ്ട് പെൺകുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുന്നത്, ആൺകുട്ടികളെ പോലെ തന്നെ വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അവരെ വളർത്തി വലുതാക്കി പ്രായപൂർത്തി എത്തുന്നത് വരെ സംരക്ഷിക്കുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം. ചിലർ ചോദിച്ചു, ഒരു പെൺകുഞ്ഞാണെങ്കിലോ എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പെൺകുഞ്ഞാണെങ്കിലും എന്ന്. അതുപോലെ തന്നെ സ്വന്തം സഹോദരിയെ സംരക്ഷിക്കുന്ന ഒരു സഹോദരന് സ്വർഗം വാഗ്ദാനം ചെയ്തുകൊണ്ട് സഹോദരിമാരുണ്ടാകുവാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാരെ റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. അതുപോലെ തന്നെ നിന്റെ ഇണയുടെ തൃപ്തിയിലൂടെയാണ് നിനക്ക് സ്വർഗം എന്ന് പുരുഷനെ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നീ സ്വന്തം ഭാര്യയോട് നന്നായി പെരുമാറുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഈ ഭൂമിയിലെ ഏറ്റവും ഉത്തമമായ വിഭവം എന്ന് പറയുന്നത് അത് സദ്വൃത്തയായ സ്ത്രീയാണ് എന്ന് പുരുഷനെ പഠിപ്പിച്ചുകൊണ്ട് നല്ല ഇണയെ തേടുവാൻ, നല്ല ഇണയെ ആഗ്രഹിക്കുവാൻ, വിവാഹം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വിവാഹ ജീവിതം നയിക്കുവാൻ ഒരു പുരുഷനെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നല്ല ഭാര്യമാരെ ആഗ്രഹിക്കുന്ന പുരുഷന്മാരെയും അങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ മാതാവിന്റെ കാൽക്കീഴിലൂടെയാണ് നിന്റെ സ്വർഗം എന്ന് പറഞ്ഞുകൊണ്ട് ആൺമക്കളോട് മാതാവിനെ സംരക്ഷിക്കുന്നതിന്റെ, മാതാവ് എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണെങ്കിലും അവരെ തോളിലേറ്റിക്കൊണ്ടാണെങ്കിൽ, ചുമലിലേറ്റിക്കൊണ്ടാണെങ്കിൽ, അവരുടെ മലമൂത്ര വിസർജനം വാരിക്കൊണ്ടാണെങ്കിൽ, എന്ത് ചെയ്തുകൊണ്ടാണെങ്കിലും നീ നിന്റെ മാതാവിനെ സംരക്ഷിക്കുന്നതിലൂടെ അവരനുഭവിച്ച പേറ്റുനോവിന്റെ ഒരു അംശം മാത്രമേ നിനക്ക് നിർവഹിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാതൃത്വത്തിന്റെ മഹനീയമായ സ്ഥാനം നൽകിക്കൊണ്ട് എന്റെ മാതാവ് എന്റെ കൂടെ ഉണ്ടാവണം, എന്റെ മാതാവിന് വേണ്ടി എന്തും ചെയ്യാൻ എനിക്ക് സാധിക്കണം, എന്റെ മാതാവിനെ ഞാൻ അങ്ങേയറ്റം ആദരിക്കണം എന്ന ആഗ്രഹവും ബോധവും ആൺമക്കളിൽ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അങ്ങനെ പെണ്ണിന് ജീവിക്കുവാനും വളരുവാനുമുള്ള സാഹചര്യമാണ് ഇസ്ലാം ആദ്യമേ സൃഷ്ടിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് നിയമങ്ങൾ, ഈ നിയമങ്ങളിൽ നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാം സദാചാരത്തിനും ധാർമ്മിക സദാചാരത്തിനും അതുപോലെ തന്നെ കുടുംബ സംവിധാനത്തിനും നൽകുന്ന പ്രാധാന്യം അത് മനസ്സിലാക്കാതെ ഇസ്ലാമിന്റെ നിയമങ്ങൾ, വിവാഹമാവട്ടെ, വിവാഹമോചനമാവട്ടെ, സ്വത്തവകാശമാവട്ടെ, മറ്റെന്തുമാവട്ടെ, ഈ നിയമങ്ങളെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് നാം ആദ്യമേ മനസ്സിലാക്കേണ്ട ഇസ്ലാം എത്രത്തോളം പ്രാധാന്യമാണ് കുടുംബ സംവിധാനത്തിന്. വിവാഹം കഴിക്കുന്നതിലൂടെ ഒരാളുടെ ദീൻ പൂർത്തീകരിക്കുകയുള്ളൂ എന്നുവരെ പഠിപ്പിച്ചുകൊണ്ട് അതൊരു ആത്മീയ കാര്യമായി ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ നിനക്ക് ദൈവത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതെങ്ങനെ വേണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് കുടുംബ ജീവിതത്തിന്റെ ആ കുടുംബ വ്യവസ്ഥ, ഇത് നാം മനസ്സിലാക്കേണ്ടത് ആദ്യമായി തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചത് കുടുംബമായിട്ടാണ്. അത് ഈ ലോകാവസാനം വരെയും നിലനിൽക്കണം എന്നാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. കാരണം നാം മനസ്സിലാക്കേണ്ടതുണ്ട്, എന്തുകൊണ്ടാണ് കുടുംബ വ്യവസ്ഥയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം ഇസ്ലാം നൽകുന്നത് എന്ന് ചോദിച്ചാൽ, നല്ല ഒരു കുടുംബ വ്യവസ്ഥയുള്ള ഒരു സമൂഹത്തിൽ മാത്രമേ ആ സമൂഹത്തിന്റെ ഭാവി തലമുറയ്ക്ക് വളർന്നു വരുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് പേരന്റിംഗ് ക്ലാസ്സുകളിലൊക്കെ നാം കേൾക്കുന്നതാണ്, മാതാപിതാക്കൾ വഴക്കിടുകയാണ് എങ്കിൽ കുട്ടികൾ കേൾക്കാതെ കിടപ്പറയിൽ അവരറിയാതെ വേണം നിങ്ങൾ വഴക്കിടുവാൻ എന്ന്.
കുടുംബത്തിൽ സമാധാനമില്ല എങ്കിൽ, കുടുംബത്തിൽ മാതാപിതാക്കളുടെ ബന്ധം ശക്തമല്ല എങ്കിൽ, കുടുംബത്തിൽ മാതാവിനെ റബ്ബത്തുൽ ബൈത്ത്, കുടുംബത്തിന്റെ രാജാത്തിയാണ് ഒരു സ്ത്രീ, ആ വീട്ടിലെ ഉമ്മ. അങ്ങനെ മറ്റുള്ളവർ ഹൗസ് വൈഫ് എന്നും മറ്റു ഭാഷകളിൽ ഹൗസ് വൈഫ്, കുടുംബിനി, ഭാര്യ എന്നൊക്കെ പറയുമ്പോൾ സൗജ് എന്നും റബ്ബത്തുൽ ബൈത്ത് എന്നും കുടുംബത്തിന്റെ രാജാത്തി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റത്തെ ആദരവോടുകൂടി ഒരു മാതാവിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ മാതാവിലൂടെ മസ്കൻ, ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും സമാധാനം ലഭിക്കുന്ന രൂപത്തിൽ ആ ഒരു കുടുംബ സംവിധാനം ഇല്ല എങ്കിൽ ആ കുടുംബത്തിൽ സംഭവിക്കുക, ആ കുടുംബത്തിലെ ഭാവി തലമുറ, വളർന്നു വരുന്ന കുട്ടികൾ അരക്ഷിത ബോധത്തിൽ വളർന്നു വരുന്ന ആ കുട്ടികൾ കുറ്റകൃത്യങ്ങളിലേക്കും തെറ്റുകളിലേക്കും വഴുതിപ്പോകും എന്ന് ആധുനിക മനഃശാസ്ത്ര വിദഗ്ധന്മാർ പറയുന്നു. ഇത് തന്നെയാണ് ഇന്ന് പാശ്ചാത്യ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് ഷൂട്ടിംഗ് ഇൻസിഡന്റ് എടുത്തു നോക്കിയാലും അമേരിക്കയിലൊക്കെ സ്കൂൾ കുട്ടികൾ തോക്കുമായി സ്കൂളിൽ പോയി കണ്ടവരൊക്കെ വെടിവെച്ച് കൊല്ലുമ്പോൾ ആ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അവരുടെ കുടുംബത്തിൽ അരക്ഷിത ബോധത്തിൽ വളർന്ന കുട്ടികളിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് മാത്രമല്ല, നല്ല ഒരു കുടുംബ സംവിധാനം ഉണ്ട് എങ്കിൽ മാത്രമേ സമൂഹത്തിലെ വയസ്സായ ആളുകൾ സമൂഹത്തിൽ ഉണ്ടാവുക എന്നതൊരു ഐശ്വര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അവന്റെ കോപം വരൾച്ചയുടെയും മറ്റു ദുരിതങ്ങളുടെയും രൂപത്തിൽ ഇറങ്ങാത്തത് ആ സമൂഹത്തിൽ വയസ്സന്മാർ ജീവിക്കുന്നത് കൊണ്ടാണ് എന്ന്. അങ്ങനെ ഓരോ വീട്ടിലും വയസ്സന്മാരുണ്ടാവുന്നത് ഒരു ആഗ്രഹമായി, പ്രത്യേകിച്ചും വയസ്സായ മാതാക്കൾ ഉണ്ടാവുന്ന ഒരു ആഗ്രഹമായി ജനമനസ്സുകളിൽ ഇട്ടുകൊടുത്തുകൊണ്ടാണ് ഇസ്ലാം സ്ത്രീകളുടെ സ്ത്രീകളുടെ അവസ്ഥ, അന്തസ്സ് ഉയർത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മൾ ഇതൊന്നും തന്നെ സ്വാതന്ത്ര്യം എന്നും പറഞ്ഞ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം, ലിബർട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഫെമിനിസ്റ്റ് ചിന്താഗതിക്കാരായ ആളുകൾക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഒരു ഇസ്ലാമിക കുടുംബത്തിൽ ജീവിച്ച ഒരാൾക്ക് മാത്രമേ അത് എത്രത്തോളം വലിയ സംതൃപ്തിയാണ്, സമാധാനമാണ് നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. എത്രത്തോളം ഇങ്ങനെ കുടുംബത്തിലെ കുട്ടികൾ, അതുപോലെ തന്നെ വൃദ്ധന്മാർ മാത്രമല്ല, സമൂഹത്തിലെ ആണിനും പെണ്ണിനും അവരുടെ പ്രകൃതിപരമായ ആവശ്യമായ ലൈംഗിക തൃഷ്ണ, ലൈംഗിക ചോദനയെ അന്തസ്സോടെ അഭിമാനത്തോടെ പൂർത്തീകരിക്കുവാനുള്ള ഒരു സംവിധാനവും കൂടിയാണ് കുടുംബം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു കുടുംബത്തെ കെട്ടിപ്പടുക്കുമ്പോൾ ആ കുടുംബത്തിലുള്ള ഓരോ അംഗത്തിനും വ്യത്യസ്തമായ റോളുകൾ വരുമ്പോൾ തീർച്ചയായും അവർക്കുള്ള ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും വ്യത്യസ്തമാവുന്നു. അങ്ങനെ വിവാഹം എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റിലൂടെ നിലവിൽ വരുന്ന ഒരു കുടുംബത്തിൽ സ്ത്രീക്ക് ബാധ്യതയുണ്ട്, പുരുഷന് ബാധ്യതയുണ്ട്. സ്ത്രീക്ക് അവകാശങ്ങളുണ്ട്, പുരുഷനും അവകാശങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ആധുനിക സോഷ്യലിസ്റ്റ് മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ചിന്താവാരികയിൽ 983 25/11/1983 ചിന്താവാരികയിൽ അവർ പറയുകയാണ്, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യനാദി വ്യത്യാസമില്ലാതെ സ്ത്രീ പുരുഷന്മാരെല്ലാം അവരവർക്ക് ഇഷ്ടമുള്ള ഇണയെ തെരഞ്ഞെടുത്ത് ഇഷ്ടമുള്ള കാലത്തോളം ദാമ്പത്യ ജീവിതം നയിക്കുക. ദമ്പതിമാരിൽ ആർക്കെങ്കിലും ഇഷ്ടമില്ലാതെ വന്നാൽ വിവാഹമോചനം നടത്തുക. ഇഷ്ടമുണ്ടെങ്കിൽ പുതിയ ഇണയെ കണ്ടെത്തി മറ്റൊരു ദാമ്പത്യത്തിൽ ഏർപ്പെടുക. ഈ സ്ഥിതി കൈവരുന്നതിന് വേണ്ടിയാണ് ആധുനിക ജനാധിപത്യവും അതിൻ്റെ ഉയർന്ന രൂപമായ സോഷ്യലിസവും പ്രവർത്തിക്കുന്നത് എന്ന്. ഇതാണ് സോഷ്യലിസം. ഈ സോഷ്യലിസത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും അഭിമാനബോധവും സ്വത്വബോധവും എന്താണ് എന്ന് മനസ്സിലാക്കുക സാധ്യമല്ല. ഇങ്ങനെ സ്വാതന്ത്ര്യം തേടിപ്പോകുന്ന ആളുകൾ ചെന്നെത്തുന്ന അപകടങ്ങളെ കുറിച്ച് നമുക്കറിയാം. പല ലിവിങ് ടുഗദറുകളും അവസാനം ദുരന്തങ്ങളിൽ കലാശിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത്തരം ഒരു അരാജക വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് കോണ്ടം നല്ലതിനാണ് എന്ന് പരസ്യം ചെയ്യേണ്ടുന്ന ഗതികേടിലേക്കാണ് ആ സമൂഹം എത്തിച്ചേരുക എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. ഈ മുഖവുര ആമുഖമായി ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നാം ഇസ്ലാമിലെ സ്ത്രീ സംബന്ധിയായ ചില നിയമങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും ഇവിടെ പറയപ്പെടുന്ന അല്ലെങ്കിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പോലെയുള്ള അരക്ഷിതാവസ്ഥയോ ബന്ധനമോ അല്ല. യഥാർത്ഥത്തിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യവും അഭിമാനബോധവുമാണ് ഈ നിയമങ്ങളിലൂടെയൊക്കെ ലഭിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്നാമതായി വസ്ത്രം. ഹിജാബിനെ കുറിച്ച്
നിങ്ങൾ ഒരു കറുത്ത വസ്ത്രത്തിനുള്ളിൽ സ്ത്രീകളെ തടച്ചിട്ടിരിക്കുകയല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതേക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്നവരും എഴുതുന്നവരും ഉണ്ട്. യഥാർത്ഥത്തിൽ ഇത് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം പരിശോധിച്ചാൽ സ്ത്രീകളെ സംബന്ധിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചും മാന്യമായ വസ്ത്രം ധരിക്കുക എന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പരിഷ്കാരത്തിന്റെ അതുപോലെ തന്നെ നല്ലൊരു സംസ്കാരത്തിന്റെ അടയാളമാണ് കൂടുതൽ മറച്ച ഒരു ശരീരത്തോടുകൂടി പുറത്തിറങ്ങുക എന്നത്. 1930കളിലും 40കളിലും ഏറ്റവും പരിഷ്കൃതം എന്നറിയപ്പെട്ടിരുന്ന ഇസ്ലാമിക ശരീഅത്ത് ഇന്നെങ്ങനെയാണ് അപരിഷ്കൃതമായത് എന്ന് ഒരു ചിന്തക ചോദിക്കുകയുണ്ടായി. കാരണം ഈ വസ്ത്രം എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിന്റെ അടയാളമാണ്. പക്ഷേ ആ സംസ്കാരം ഒരിക്കലും തന്നെ മുതലാളിത്ത സോഷ്യലിസ്റ്റ് നേരത്തെ പറഞ്ഞ സ്വതന്ത്രമായ ഒരു സംസ്കാരമല്ല, ഉപഭോഗ സംസ്കാരമല്ല. ഉപഭോഗ സംസ്കാരത്തെ പാടെ നിരാകരിക്കുന്ന ഒരു സംസ്കാരമാണത് എന്നതുകൊണ്ടാണ് ഈ വസ്ത്രത്തെ ഇത്രയേറെ ആളുകൾ വിമർശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കമാലത്താത്തുർക്ക് ഇസ്ലാമിക ഖിലാഫത്ത് അവസാനിച്ചതായി പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ ഇസ്ലാമിന്റെ എല്ലാ അടയാളങ്ങളും തൻ്റെ സമൂഹത്തിൽ നിന്ന്, രാജ്യത്ത് നിന്ന് എടുത്ത് മാറ്റുവാൻ വേണ്ടി പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ അദ്ദേഹം ഒരു പ്രഖ്യാപനം കൂടി സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. ഹിജാബ് ധരിക്കരുത് ഇനി മുതൽ സ്ത്രീകൾ. ആർക്ക് ധരിക്കാം? അതിനൊരു എക്സെപ്ഷൻ കൊടുത്തത് വേശ്യകൾക്ക് മാത്രം ധരിക്കാം എന്നാണ്. എന്ന് വെച്ചാൽ ഇത് വളരെ മോശമായ ഒരു ഡ്രസ്സാണ്, ഇത് മോശം ജീവിതം നയിക്കുന്ന ആളുകൾ മാത്രം ധരിക്കാനുള്ളതാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് അങ്ങനെ നടന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഒരുപാട് ചർച്ചകളും പഠനങ്ങളും ഗവേഷണങ്ങളും ഈ വിഷയവുമായി നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിൽ ഒരൊറ്റ പഠനം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എഴുത്തുകാരനും TV ആങ്കറുമായ ഡെന്നിസ് പ്രേജർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ പ്രേജർ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പുറത്തിറക്കിയ ഒരു പഠനത്തിൽ പറയുന്നു, men are programmed by nature, not by society, to respond sexually to the visual. That is why in all ad for every product that men might buy, you see women portrayed or even part of her, even just legs. To deny the power of the visual on men is like denying that the earth is round. എന്താ പറഞ്ഞത്? പുരുഷന്മാർ ബൈ നേച്ചർ, പ്രകൃതിയാ തന്നെ, അല്ലാതെ സമൂഹമല്ല, അവർ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നു കാഴ്ചയിലൂടെ ലൈംഗിക ഉത്തേജനം ഉണ്ടാവുക എന്നത്. അതുകൊണ്ടാണ് ബോധപൂർവം പുരുഷന്മാർ വാങ്ങേണ്ടുന്ന പ്രോഡക്റ്റുകൾ, നമ്മൾ പറയും പുരുഷന്മാർ പോലും ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ സ്ത്രീ ശരീരം എന്തിനാ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നത് എന്ന്. യഥാർത്ഥത്തിൽ പുരുഷന്മാർ വാങ്ങേണ്ടുന്ന പ്രോഡക്ട്സിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ ശരീരം, നഗ്ന ശരീരം പ്രദർശിപ്പിക്കുന്നത്. അത് ചുരുങ്ങിയത് ഒരു കാലെങ്കിലും മതി എന്നാണ് പറയപ്പെടുന്നത്. അത് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ഉരുണ്ടതാണ് എന്ന് നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, സമൂഹത്തിൽ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ തിരിച്ചറിക്കൂ. സൂറത്ത് അഹ്സാബിൽ 59-ാമത്തെ ആയത്, യാ അയ്യുഹൻ നബിയു കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, താങ്കളുടെ പത്നിമാർ, വിശ്വാസികളുടെ സ്ത്രീകൾ, ഇവരോടെല്ലാം തങ്ങളുടെ മൂടപടങ്ങൾ ശരീരത്തിൽ താഴ്ത്തിയിടാൻ നിർദ്ദേശിക്കുക. അവരെ തിരിച്ചറിയാൻ ഏറ്റവും പറ്റിയ മാർഗം അതാണ്, ശല്യം ചെയ്യപ്പെടാതിരിക്കാനും എന്ന്. അപ്പോൾ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ മാന്യകളാണ് എന്ന് തിരിച്ചറിയുവാൻ, മുസ്ലിമത്തുകളാണ് എന്ന് തിരിച്ചറിയുവാൻ, ഞങ്ങൾ ഓപ്പൺ ടു ഓൾ അല്ല എന്ന് തിരിച്ചറിയുവാൻ വേണ്ടി ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസ്ത്രം നിർബന്ധമാക്കിയത് എന്ന് നാം മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, ഏറ്റവും വിലപിടിപ്പുള്ളതെല്ലാം പ്രകൃതിയിൽ നമ്മൾ പരിശോധിച്ചാൽ തന്നെ മൂടി വെച്ചിട്ടാണുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ വിലപ്പെട്ട ലോഹങ്ങൾ ഭൂമിയുടെ വളരെ ആഴത്തിൽ കുഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ആഴക്കടലിൽ ചെന്നെങ്കിൽ മാത്രമേ മുത്തും പവിഴവും അതും ഒരു ചിപ്പിക്കുള്ളിലൂടെ നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മുടെ വീട്ടിൽ സമ്പത്തുണ്ട് എങ്കിൽ, സ്വർണമുണ്ട് എങ്കിൽ അത് നമ്മളാരും തുറന്നിടാറില്ല. നല്ല മതിൽ കെട്ടി നല്ല ബന്ധവസാക്കി ആണ് നമ്മൾ സൂക്ഷിക്കുക. ഇങ്ങനെ വിലപിടിപ്പുണ്ട് എനിക്ക് എന്ന് ജനത്തെ വിളിച്ചറിയുവാൻ വേണ്ടിയാണ് സ്ത്രീയോട് ഇസ്ലാമിക വസ്ത്രം ധരിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് സ്ത്രീയുടെ ഈ വസ്ത്രത്തെ വിമർശിക്കുന്ന, സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ വിമർശിക്കുന്ന നവ ലിബറൽ സൊസൈറ്റികളിൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ, അന്വേഷിച്ചു നോക്കൂ.
ഇന്ന് ഇഷ്ടമുള്ള വസ്ത്രം തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ഈ അർത്ഥത്തിൽ നമ്മൾ പഠിക്കണമെന്ന് ഞാൻ പറയുന്നത്. പലപ്പോഴും പറയാറുണ്ട്, ഇത് പറയുമ്പോൾ നിങ്ങൾ സ്ത്രീകൾ സുരക്ഷിതരാവാൻ വേണ്ടി, പീഡനങ്ങളിൽ നിന്ന് മുക്തരാകുവാൻ വേണ്ടിയാണ് ഈ വസ്ത്രം ധരിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, എന്നിട്ടും വയസ്സായ 80 വയസ്സുള്ള ഒരു വല്യമ്മ പീഡിപ്പിക്കപ്പെടുന്നു, 3 വയസ്സായ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നു, ഇതെങ്ങാനും അവരുടെ ശരീരം കണ്ട് ആകൃഷ്ടരായിട്ടാണോ എന്ന ഒരു ചോദ്യം ചോദിക്കുന്ന ആളുകളുണ്ട്. കേട്ടാൽ തോന്നും വളരെ ന്യായമാണല്ലോ ഇവർ ചോദിക്കുന്നത് എന്ന്. പക്ഷെ അതിന്റെ മറുവശം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാടായ നാട് മുഴുവനും, ചുമരുകളായ ചുമരുകൾ മുഴുവനും, TV-യിൽ, സിനിമയിൽ എന്ന് വേണ്ട മാഗസിനുകളിൽ എല്ലായിടത്തും, അങ്ങാടിയിലും കവലകളിലും നഗ്നരായ സ്ത്രീകളെ മാത്രം കാണുന്ന ഒരു പുരുഷൻ അതിൽ ഉത്തേജിക്കപ്പെട്ടു പോയാൽ ഇക്കാണുന്ന പെണ്ണുങ്ങളെ ഒന്നും പിടിച്ച് പീഡിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല. കയ്യിൽ കിട്ടുന്ന ഇര അതൊരു പക്ഷേ സ്വന്തം വീട്ടിലെ സ്വന്തം മകൾ തന്നെയാവാം. വേമ്പൊടിക്ക് മദ്യവും ഉണ്ടാവും, ബോധം നശിച്ചിട്ടുമുണ്ടാവും. അല്ലെങ്കിൽ സ്വന്തം അയൽ വീട്ടിലുള്ള 3 വയസ്സായ പെൺകുട്ടിയാവും. എന്തിനെയാണോ വളരെ വൈഫായി, വളരെ പതിതാവസ്ഥയിൽ, ആരും ചോദിക്കാനില്ലാതെ കയ്യിൽ കിട്ടുന്ന. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ ലൈംഗിക പീഡനങ്ങൾ എടുത്തു പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ദലിത്, ആദിവാസി, പിന്നോക്ക വിഭാഗങ്ങളിലാണ്. കാരണം ഇവരെ എന്തെങ്കിലും ചെയ്താൽ വല്ലാതെയൊന്നും ചോദിക്കാനും പറയാനും ആളുണ്ടാവില്ല എന്നിവർക്കറിയാം. അതുപോലെ കിട്ടുന്ന ഇരയെ നമ്മളിങ്ങനെ അങ്ങാടിയിൽ കൂടി നടക്കുമ്പോൾ, ഇപ്പോൾ മാമ്പഴത്തിന്റെ സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു മരത്തിൽ മാവ്, പഴുത്ത മാങ്ങ കണ്ടു എന്ന് വെച്ചാൽ കണ്ട ഉടനെ അത് നമുക്ക് ലഭിച്ചു എന്ന് വരില്ല. പിന്നെ നമ്മളത് കിട്ടുന്ന ഇടത്ത് നിന്നാണ് വാങ്ങി കഴിക്കുക. ഇതുപോലെയുള്ള അവസ്ഥയാണ് എന്ന് നമ്മൾ, അതുകൊണ്ടാണ് മൊത്തം സമൂഹം ആണുങ്ങളോട് ദൃഷ്ടി താഴ്ത്താൻ പറഞ്ഞതോടൊപ്പം മൊത്തം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയ തന്നെയാണ് സ്ത്രീകളോട് ഈ വസ്ത്രം ധരിക്കുവാൻ പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന് വിവാഹവുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. ജെൻഡർ ഈക്വാലിറ്റിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിലെ വിവാഹവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ ആളുകൾ വിമർശിക്കുന്നതും അങ്ങനെ പേഴ്സണൽ ലോ എടുത്തു കളഞ്ഞുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ് വരണം എന്ന ചർച്ചകൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതും ഇത് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് ഓരോന്നും, ഉദാഹരണമായി പറയുകയാണെങ്കിൽ തൊലാഖ്, വിവാഹമോചനം എന്ന് പറയുന്നത് അതൊരു സാധ്യതയാണ് ഇസ്ലാമിൽ. ഈ ചർച്ചകൾ കേട്ടാൽ തോന്നും ഈ വിവാഹമോചനം എന്ന് പറയുന്ന സാധനം ലോകത്ത് ആദ്യമായി കൊണ്ടുവന്നത് ഇസ്ലാമാണ് എന്ന്, അല്ലെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന്. യഥാർത്ഥത്തിൽ അനിയന്ത്രിതമായ വിവാഹമോചനം നടന്നിരുന്ന സമൂഹത്തെ അതിനെ നിയന്ത്രിക്കുകയും അങ്ങനെ അനുവദിക്കപ്പെട്ടതിൽ അല്ലാഹു ഏറ്റവും വെറുക്കുന്ന ഒരു സംഗതിയായിട്ട് പോലും അത് അനുവദിക്കുകയും അവസാനത്തെ രക്ഷാവാതിൽ എന്ന നിലയിൽ അത് അനുവദിക്കുകയുമാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ കേൾക്കുന്നത് വെറും മുത്തലാഖിനെ കുറിച്ചാണ്. 8 തരം വിവാഹമോചനങ്ങൾ ഇസ്ലാമിൽ ഉണ്ട് എന്നും അതിൽ പലതും ഫിഖ് ഗ്രന്ഥങ്ങളിൽ ആദ്യം എണ്ണിപ്പറഞ്ഞിട്ടുള്ളവയൊക്കെ തന്നെ സ്ത്രീകൾ മുൻകൈയെടുത്ത് ചെയ്യുന്ന, അല്ലെങ്കിൽ ഉഭയപക്ഷി സമ്മതപ്രകാരം ചെയ്യുന്നതാണ് എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിൽ ഏറ്റവും ശ്രമകരമായ വിവാഹമോചന പ്രക്രിയയാണ് ത്വലാഖ് എന്ന് പറയുന്നത്. ഈ ഇതിനെക്കുറിച്ച് ഒരു സൂറയിൽ തന്നെ, സൂറത്ത് ത്വലാഖ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു സൂറയിൽ തന്നെ ഈ വിഷയം വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ 229-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അത്വലാഖു മറത്താനി ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ. വിവാഹമോചനം എന്ന് പറയുന്നത് അത് 2 തവണയാണ് ത്വലാഖ്. പിന്നെ ന്യായമായ നിലയിൽ കൂടെ നിർത്തുകയോ അല്ലെങ്കിൽ നല്ല നിലയിൽ ഒഴിവാക്കുകയോ വേണം. അതും നടക്കേണ്ടത് എപ്പോഴാണ്? ശുദ്ധികാലത്തായിരിക്കണം. അതിന് ഒരുപാട് നിയമങ്ങളുണ്ട്. ഈ ഇദ്ദാകാലവും ഭർത്താവിന്റെ വീട്ടിൽ തന്നെ അവൾ കഴിയണമെന്ന്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ സങ്കീർണമായ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ട ഒന്നാണ് ത്വലാഖ്. അല്ലാതെ ഇന്ന് നടക്കുന്നത് പോലെ ഒരു SMS-യിലൂടെ അല്ലെങ്കിൽ ഒരു ഇമെയിലിലൂടെ നടക്കേണ്ടതല്ല. ആ പഴുതി യഥാർത്ഥത്തിൽ അടയ്ക്കുക തന്നെ വേണം. അതിന് സമുദായ നേതൃത്വം മുൻകൈ എടുക്കണം. മഹല്ല് കമ്മിറ്റികളിൽ സ്ത്രീകൾ വരണം എന്ന് ഈ സെമിനാറിന്റെ ഭാഗമായിക്കൊണ്ട് ഈ സമുദായ നേതൃത്വത്തോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എങ്ങനെയാണ് മുത്തലാഖ് ഈ സമൂഹത്തിൽ കടന്നു വന്നത് എന്ന് ചോദിച്ചാൽ, അത് ഇസ്ലാമിന് മുമ്പ് തന്നെ ജാഹിലിയ കാലഘട്ടത്തിൽ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ഒരു പ്രാക്ടീസ് ആയിരുന്നു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒറ്റയും തെറ്റയുമായി ഒറ്റപ്പെട്ട ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ
അള്ളാഹുവിന്റെ റസൂൽ ഉടനടി അത് വിലക്കുകയും തിരുത്തുകയും ചെയ്ത് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു സംഭവത്തിൽ റുക്കാന റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയെ ഒരേ ഇരിപ്പിൽ 3 തലാഖും ചൊല്ലുകയും പിന്നീട് അദ്ദേഹം അതേ ഓർത്ത് ഖേദിച്ച് ദുഃഖിച്ച് വിഷമിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെയാണ് ചെയ്തത് എന്ന്. അപ്പോൾ അദ്ദേഹം പറയും, ഞാൻ 3 തലാഖും ഒരുമിച്ചാണ് ചൊല്ലിയത്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നുണ്ട്, ഒരേ ഇരിപ്പിലാണോ ചൊല്ലിയത് എന്ന്. അതേ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ, എങ്കിൽ താങ്കൾ അവളെ തിരിച്ചെടുക്കുക, അത് ഒന്നായി മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് യഥാർത്ഥത്തിൽ ഇത് മുസ്ലിം സമൂഹത്തിൽ അനുവദിക്കപ്പെട്ടതല്ല. അത് യഥാർത്ഥത്തിൽ ഒരു അച്ചടക്ക നടപടി എന്ന നിലയിലാണ് ഉമർ റളിയല്ലാഹു അൻഹു, നിങ്ങൾ അങ്ങനെ മുത്തലാഖ് ഇതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ കളിക്കാൻ പാടില്ല, മുത്തലാഖ് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാനുള്ള അവസരം നഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് യഥാർത്ഥത്തിൽ ചരിത്രം പറയുന്നത് സ്ത്രീകൾ ആവശ്യപ്പെട്ടതായിട്ടാണ്. അങ്ങനെ ഞങ്ങളോട് ബഹുമാനമില്ലാതെ ഞങ്ങളുടെ അന്തസ്സ് കളഞ്ഞു കുളിക്കുന്ന രീതിയിൽ ഈ ഭർത്താവ് എന്നെ അങ്ങനെ വേണ്ട എന്ന് പറയുകയും പിന്നെ തോന്നിയ പോലെ തിരിച്ചെടുക്കുകയും അത് വേണ്ട അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മുത്തലാഖായിട്ട് തന്നെ പരിഗണിക്കണമെന്ന് സ്ത്രീകൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് അത് നിലവിൽ വന്നത്. കാരണം ആ കാലഘട്ടത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം വിഭാവന ചെയ്യുന്ന യഥാർത്ഥ അന്തസ്സുള്ള സ്ത്രീകളായിരുന്നു. വിവാഹമോചനം നടത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഴുവൻ ധനനഷ്ടവും സാമ്പത്തിക നഷ്ടവും മറ്റു പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരിക പുരുഷനാണ്. അതുകൊണ്ടാണ് അതൊരു പണിഷ്മെന്റ് എന്ന നിലയിൽ മാത്രമാണ് അന്നത് അനുവദിച്ചിരുന്നത് അല്ലെങ്കിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ശരീഅത്തിലെ ത്വലാഖ് രീതി അത് യഥാവിധി നാം പഠിക്കുകയും നമ്മുടെ സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്താൽ ഇന്ന് ചർച്ച നടക്കുന്ന യൂണിഫോം സിവിൽ കോഡിൽ വരെ അല്ലെങ്കിൽ ഇതര മതവിഭാഗങ്ങളുടെ സിവിൽ കോഡുകളിൽ വരെ എഴുതി ചേർക്കാവുന്ന, നടപ്പിൽ വരുത്താവുന്ന ഒരു തലാഖ് രീതിയാണ് ഇസ്ലാമിലെ തലാഖ് രീതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇത് മുസ്ലിങ്ങളെ ഇത് പറയുന്ന കേട്ടാത്തൊന്നും മുസ്ലിങ്ങളിൽ മാത്രമേ എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെ വിവാഹം കഴിക്കുക, മൊഴി ചൊല്ലുക, ഇതാണ് മുസ്ലിങ്ങളെ പണി എന്ന് തോന്നും. 2011 സ്ഥിതിവിവര കണക്കനുസരിച്ച് വിവാഹമോചിതരായ ഇന്ത്യൻ സ്ത്രീകളിൽ 68% ഹിന്ദുക്കളാണെങ്കിൽ മുസ്ലിങ്ങളിൽ അത് 23.3% മാത്രമാണ്. അതോടൊപ്പം തന്നെ വിധവകൾ അത് ഏറ്റവും കുറവുള്ളത് ഇസ്ലാമിലാണ്, മുസ്ലിം സമൂഹത്തിലാണ്. പിന്നെ ഒരുപാട് നമ്മൾ സെലിബ്രിറ്റീസ് ആണെങ്കിലും പ്രമുഖരായ ആളുകളാണെങ്കിലും നമുക്കറിയാം, സിനിമാ താരങ്ങളാവട്ടെ, പ്രധാനമന്ത്രി മുതൽ സ്ത്രീകളുടെ പേരിൽ, മുസ്ലിം സ്ത്രീകളുടെ പേരിൽ കണ്ണീരൊഴുക്കുന്ന പ്രധാനമന്ത്രി മുതൽ ഈ ത്വലാഖ് നടത്തിയിട്ടുള്ളവരാണ്. ത്വലാഖ് എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് വാക്കാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. ഈ ഡിവോഴ്സ് നടത്തിയിട്ടുള്ളവരാണ്. അതിൽ വളരെ എനിക്ക് പ്രയാസം തോന്നിയ ഒരു ഉദാഹരണം, കാരണം അതെങ്ങാനും മുസ്ലിം ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആ തലാഖ് ചൊല്ലിയതിനു ശേഷം തിരിച്ചെടുക്കാമായിരുന്നു എന്നതുകൊണ്ട്, വയലാർ രാമവർമ്മയുടേതാണ്. അദ്ദേഹം ആദ്യ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്തു, എന്നിട്ട് മറ്റൊരു ഭാര്യയെ വിവാഹം കഴിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ ശരീരം 2ാം ഭാര്യയോടൊപ്പം ആയിരുന്നെങ്കിലും മനസ്സ് എപ്പോഴും ആദ്യ ഭാര്യയോടൊപ്പമായിരുന്നത്രേ. അങ്ങനെയാണത്രേ മാനസേശ്വരി മാപ്പു തരൂ, പിന്നെന്താണ് സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ പോലുള്ള ഗാനങ്ങൾ അദ്ദേഹം എഴുതുന്നത് ആദ്യ ഭാര്യയെ ഓർത്ത് വിഷമിച്ചുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. ഇനി വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമൂഹവും മറ്റ് സമൂഹവും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം കൂടി നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതര സമൂഹങ്ങൾക്ക് ഒരു സ്ത്രീയെ വിവാഹമോചനം ചെയ്യണമെങ്കിൽ പെണ്ണായാലും ആണായാലും കോടതിയിൽ ചെന്ന് അവരെ കുറിച്ച് ഇല്ലാത്തതും ഉള്ളതുമായ എല്ലാ ആരോപണങ്ങളും ദുരാരോപണങ്ങൾ വരെ നടത്തി അത് വർഷങ്ങളോളം മാസങ്ങളോളം കോടതിയിൽ ഇങ്ങനെ വിഴുപ്പലക്കിയതിന് ശേഷം, തെളിയിച്ചതിന് ശേഷം മാത്രമേ വിവാഹമോചനം നടത്തുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇസ്ലാം നമുക്കറിയാം വ്യക്തി സ്വാതന്ത്ര്യം, വ്യക്തികളുടെ അഭിമാനത്തെ വളരെ പരിപാവനമായാണ് കാണുന്നത്. ഒരു വ്യക്തിയുടെയും അഭിമാനത്തെ ഹനിക്കുവാൻ ആർക്കും സാധ്യമല്ല എന്ന് മാത്രമല്ല, സ്ത്രീയുടെ അഭിമാനത്തെ ഹനിക്കുക, അവളെക്കുറിച്ച് പരദൂഷണം പറയുക എന്നത് വൻ പാപങ്ങളായിട്ടാണ് ഇസ്ലാം എണ്ണിയിട്ടുള്ളത്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ഒരു സഹാബി, അദ്ദേഹം തൻ്റെ ഭാര്യയെ ആദ്യ ത്വലാഖ് ചൊല്ലിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൊക്കെ ചെന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ അപ്പൊ അവരെ നിങ്ങൾ വിവാഹമോചനം നടത്താൻ കാരണം? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, അവളെ ഞാൻ ഒരു ത്വലാഖേ ചൊല്ലിയിട്ടുള്ളൂ, ഇനിയും തിരിച്ചെടുക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 3 കഴിഞ്ഞു, അവര് വളരെ നല്ല രീതിയിൽ തന്നെ വേർപിരിഞ്ഞു. അങ്ങനെ വേർപെട്ട സന്ദർഭത്തിൽ വീണ്ടും ഈ കൂട്ടുകാർ പോയി ചോദിച്ചു, ഇനി പറഞ്ഞൂടെ, ഇനിയിപ്പോ അവർ നിങ്ങളുടെ ഭാര്യ അല്ലല്ലോ, ഇനി പറഞ്ഞൂടെ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ അവർ എൻ്റെ ഭാര്യയല്ല,
ഇനി മറ്റൊരാളുടെ ഭാര്യ ആവേണ്ടവളാണ്, അതുകൊണ്ട് അവരെ കുറിച്ച് ഞാനൊന്നും പറയുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വീണ്ടും മറ്റൊരാളെ വിവാഹം കഴിച്ചതിന് ശേഷവും ആളുകൾ ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, ഇനിയെങ്കിലും പറഞ്ഞുകൂടെ എന്ന്. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ മറ്റൊരാളുടെ ഭാര്യയായ ഒരു പെണ്ണിനെ കുറിച്ച് ഞാൻ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. ഇണകളുടെ സ്വകാര്യതകൾ, പരസ്പരം അവർ കിടപ്പറയിൽ പങ്കുവെച്ച സ്വകാര്യതകൾ പുറത്തുപോയി പറയുന്ന ആണിനെയും പെണ്ണിനെയും അള്ളാഹുവിന്റെ റസൂൽ ശപിക്കുകയുണ്ടായി. അങ്ങനെ ഇത്തരം നിബന്ധനകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് മുസ്ലിം സമൂഹങ്ങളിൽ, ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഒന്നും തന്നെ വിവാഹമോചനം എണ്ണത്തിൽ വളരെ കുറവാകുവാൻ കാരണം. ഈ വിവാഹമോചനം ഏറ്റവും കൂടുതൽ നടക്കുന്ന ആദ്യത്തെ 10 രാജ്യങ്ങളിൽ ഒരൊറ്റ മുസ്ലിം രാജ്യവും ഇല്ല എന്ന് നാം മനസ്സിലാക്കണം. അവിടെ യൂറോപ്പും അമേരിക്കയും ഒക്കെയാണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ നാം നമ്മുടെ സമൂഹത്തിൽ കാണുന്ന തരത്തിലുള്ള ഈ മുത്തലാഖും അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളും അത് ഒന്നാണ് എങ്കിൽ പോലും ഒറ്റപ്പെട്ട സംഭവങ്ങളെ വലിയ ദേശീയ പ്രശ്നമായി ചിത്രീകരിച്ചുകൊണ്ടാണ് മീഡിയ ഈ സമൂഹത്തെ അവഹേളിക്കുവാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്നത്. പക്ഷേ ഈ ഒറ്റപ്പെട്ട സംഭവമാണ് എങ്കിലും 1000-1, 10,000-ങ്ങളിൽ ഒരു പെണ്ണാണ് ഇങ്ങനെ ഈ രീതിയിൽ ത്വലാഖ് ചൊല്ലപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്നുള്ളത് എങ്കിൽ ഈ സമുദായ നേതൃത്വം, സമുദായം ഒന്നടങ്കം, ഞാനും നിങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടി വരും എന്ന്. എന്ത് കാരണത്തിന്റെ നേരത്തെ പെൺകുട്ടികളെ കുഴിച്ചു മൂടും എന്ന് പറഞ്ഞപ്പോൾ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഈ കുഴിച്ചു മൂടിയ ആളുകളോടല്ല, കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയോട് അല്ലാഹു ചോദിക്കും, എന്ത് കാരണത്താലാണ് നീ കുഴിച്ചു മൂടപ്പെട്ടത് എന്ന്. കാരണം ഇവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും അല്ലാഹു മെനക്കെടുകയില്ല എന്നർത്ഥം. അതുപോലെ തന്നെ ഈ സമുദായം ഇതിനുത്തരം പറയേണ്ടി വരും. ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ജനങ്ങൾക്കിടയിൽ നമ്മുടെ ആണിനെയും പെണ്ണിനെയും വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. മഹല്ല് കമ്മിറ്റികൾ ഈ വിഷയത്തിൽ കർശനമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ബഹുഭാര്യത്വത്തിന്റെയും അവസ്ഥ. ലോകത്തെ ഇസ്ലാം കൊണ്ടുവന്ന ഒരു സമ്പ്രദായമാണ് ബഹുഭാര്യത്വം എന്നാണ് പലപ്പോഴും നമുക്ക് തോന്നുക. എന്നാൽ യാഥാർത്ഥ്യം എല്ലാ മതവിഭാഗങ്ങളിലും എല്ലാ ജനസമൂഹങ്ങളിലും അനിയന്ത്രിതമായി നിലനിന്നിരുന്ന ഒരു ബഹുഭാര്യത്വ സമ്പ്രദായത്തെ ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരിക, നിയന്ത്രണം ഏർപ്പെടുത്തുക മാത്രമാണ് ഖുർആൻ ചെയ്തിട്ടുള്ളത്, അല്ലാഹു ചെയ്തിട്ടുള്ളൂ. സൂറത്തുൻ നിസായിലെ 3-ാമത്തെ ആയത്തിൽ വൈൻ ഖിഫ്തും അല്ലാ തുഖ്സിതു ഫിൽ യതാമ ഫൻകിഹു മാ താബ ലക്കും മിനൻ നിസാഇ മസ്നാ ഫസുലാസ വറുബാ വൈൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദതൻ ഔ മാ മലക്കത് അയ്മാനുകും ദാലിക അദ്നാ അല്ലാ തഊലു. അപ്പോൾ നിങ്ങൾ അനാഥകളുടെ കാര്യത്തിൽ നീതി പാലിക്കാനാവില്ലെന്ന് നിങ്ങൾ ആശങ്കിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീകളിൽ നിന്ന് 2, 3, 4 പേരെ വിവാഹം ചെയ്യുക. എന്നാൽ അവർക്കിടയിൽ നീതി പാലിക്കാനാവില്ലെന്ന് ആശങ്കിക്കുന്നുവെങ്കിൽ ഒരൊറ്റ സ്ത്രീയെ മാത്രമേ നിങ്ങൾ വിവാഹം ചെയ്യാവൂ. അല്ലെങ്കിൽ നിങ്ങളുടെ അധീനതയിലുള്ളവരെ ഭാര്യമാരാക്കുക. നിങ്ങൾ പരിധി ലംഘിക്കുന്നവരാവാതിരിക്കാൻ അതാണ് ഏറ്റവും ഉള്ളത്. ഞാൻ പറയട്ടെ, ഒരൊറ്റ സ്ത്രീയെ മാത്രമേ നിങ്ങൾ വിവാഹം ചെയ്യാവൂ, നീതി പാലിക്കാനാവില്ലെങ്കിൽ എന്ന് പറഞ്ഞ ഏക വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ മാത്രമാണ്. എന്നിട്ടും ലോകത്ത് നടക്കുന്ന ചർച്ചകൾ കേട്ടാൽ വളരെ രസകരമാണ്. അവരുടെ അജ്ഞതയോട് സഹതാപത്തോടെ അനുകമ്പയോടെ നമ്മൾ സമീപിക്കുകയും അവർക്ക് ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം, ഇസ്ലാം യഥാർത്ഥത്തിൽ എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞത് എന്ന് പഠിപ്പിക്കുകയുമല്ലാതെ വേറെ നിവൃത്തിയൊന്നും ഇല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ സ്ഥിതിവിവര കണക്കുകൾ സൂചിപ്പിക്കുന്നത് മുസ്ലിങ്ങളിൽ ബഹുഭാര്യത്വം താരതമ്യേന കുറവാണെന്നാണ്. ഹൈന്ദവ സമൂഹത്തിൽ ബഹുഭാര്യത്വം നിരോധിക്കപ്പെട്ട ഹൈന്ദവ സമൂഹത്തിൽ 5.8 ആണ് എങ്കിൽ അത് മുസ്ലിം സമൂഹത്തിൽ 5.6 മാത്രമാണ്. അപ്പോൾ ഇവിടെ ചർച്ചകൾ, ഈ ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ട് വേറെ ചില ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. മുസ്ലിം സ്ത്രീകൾ, മുസ്ലിം പുരുഷന്മാർ കുറെ പെണ്ണ് കെട്ടി കുറെ പ്രസവിച്ച് ഒരു ഡോക്ടർ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞല്ലോ, മലപ്പുറത്തെ സ്ത്രീകൾ പന്നികളെ പോലെ പ്രസവിക്കുന്നു എന്ന്. ഇതൊക്കെ പറയുന്നത് ഒരു പൊതുബോധം സൃഷ്ടിച്ച് ഒരു പൊതു ശത്രുവിനെ മുന്നിൽ കാണിച്ചുകൊണ്ട് ഹൈന്ദവ വോട്ട്
ഏകീകരിക്കുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് തന്നെയാണ് എക്കാലത്തെയും ഫാസിസ്റ്റ് ഭരണാധികാരികളുടെ രീതി. പൊതുബോധം സൃഷ്ടിക്കുക, എന്നിട്ട് ഒരു വിഭാഗത്തെ മോശക്കാരാണ് എന്ന് ചിത്രീകരിക്കുക, എന്നിട്ട് അവരെ ഒറ്റപ്പെടുത്തുക, ബാക്കിയുള്ളവരുടെ സഹായത്തോടെ പിന്തുണയോടെ തങ്ങളുടെ തെമ്മാടിത്തം നടപ്പിൽ വരുത്തുക. ഞാൻ തെമ്മാടിത്തം എന്ന് തന്നെയാണ് ആ വിഷയത്തെക്കുറിച്ച് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഡോക്ടർ നിവേദിത മേനോൻ, നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വായിക്കണം. അവർ ഹിന്ദു ഡെയിലിയിൽ ഇറ്റ് ഇസ്ന്റ് അബൌട്ട് വിമൻ എന്ന തലക്കെട്ടിൽ അവർ ഈ ഇപ്പോൾ നടക്കുന്ന ചർച്ചയെക്കുറിച്ച്, മുത്തലാഖുമായി ബന്ധപ്പെട്ടും ലിംഗനീതിയെക്കുറിച്ചും നടക്കുന്ന ചർച്ചയെക്കുറിച്ച് അവർ എഴുതുകയാണ്. ഇറ്റ് ഇസ്ന്റ് അബൌട്ട് വിമൻ. The talk has nothing to do with gender justice. It has entirely to do with a Hindu nationalist agenda to discipline Muslims, to teach them that they are second-class citizens. അപ്പോൾ മുസ്ലിങ്ങളെ നിലയ്ക്ക് നിർത്തുക, അവരെ ഒതുക്കുക. കാരണം ഒറ്റപ്പെട്ട ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരിൽ ഒറ്റപ്പെട്ട ശബ്ദം എവിടുന്നെങ്കിലും ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അത് മുസ്ലിം കേന്ദ്രങ്ങളിൽ നിന്നാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ജാതി വ്യവസ്ഥയുടെ പേരിൽ, വർണ്ണവിവേചനത്തിന്റെ പേരിൽ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് എന്നും ആശാകേന്ദ്രവും രക്ഷാമാർഗവുമായി ഇസ്ലാം നിലകൊണ്ടിരുന്നു. ഇത് ഇസ്ലാം ലോകത്തിന്റെ ഏതെല്ലാം ഭാഗത്ത് പോയിട്ടുണ്ടോ അവിടെയെല്ലാം സംഭവിച്ചത് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അശരണരുടെയും ആശ്രിതരുടെയും രക്ഷാമാർഗമായി ഇസ്ലാം മാറുമ്പോൾ തീർച്ചയായും ഫാസിസ്റ്റ് ശക്തികൾക്ക്, തിന്മയുടെ ശക്തികൾക്ക് വിളറി പൂളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് ചരിത്രത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ പ്രവാചകന്മാരും നേരിട്ടത് ഇത്തരം ഒരു പ്രതിസന്ധിയെ ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊന്ന്, ഇസ്ലാമിലെ മറ്റൊരു സ്ത്രീ സംബന്ധിയായ നിയമം, ഇതുപോലെ ചർച്ച ചെയ്യപ്പെടുന്ന നിയമമാണ് പിന്തുടർച്ചാവകാശം. യഥാർത്ഥത്തിൽ ഇതും രണ്ടാം ഒരു അര മനുഷ്യനാക്കി സ്ത്രീയെ മാറ്റുന്നു, പുരുഷന് നൽകുന്നതിന്റെ പകുതി സ്വത്ത് സ്ത്രീക്ക് നൽകിക്കൊണ്ട് എന്നൊക്കെ വാദിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ സ്വത്ത് അവകാശമല്ല, ഒരു ബാധ്യതയാണ്. ആർക്കാണോ കൂടുതൽ കിട്ടുന്നത് അവർക്കാണ് കൂടുതൽ ബാധ്യതയുള്ളത്. ഒരു പിതാവിന് 2 മക്കളുണ്ട്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ആൺമകന്റെ ഉത്തരവാദിത്തമാണ് മാതാവോ പിതാവോ രോഗിയായാൽ അവരെ ശുശ്രൂഷിക്കുക എന്നത്. അതും ഛേ എന്നൊരു വാക്കുപോലും പറയാതെ, അവരെ വേദനിപ്പിക്കാതെ ഇഹ്സാനോടുകൂടി അവരെ സംരക്ഷിക്കുക, അവരെ പരിചരിക്കുക എന്നത് മകന്റെ ബാധ്യതയാണ്. ഇനി കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തിക ഉത്തരവാദിത്തവും നിർവഹിക്കേണ്ടത് ഈ മകനാണ്. ഇനി അവൻ വിവാഹം കഴിച്ച പെണ്ണിന് പോലും, അവൾക്ക് ജോലി ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഉത്തരവാദിത്വം അവൾക്ക് വരുന്നില്ല. ജോലിയുള്ള ഒരു സ്ത്രീക്ക് പോലും സ്വന്തം വസ്ത്രവും ഭക്ഷണവും നൽകാൻ പുരുഷൻ ബാധ്യസ്ഥനാണ് എന്ന് നമുക്ക്, ഇങ്ങനെ തുടങ്ങിയ ഇസ്ലാമിന്റെ ഈ സാമ്പത്തിക ശാസ്ത്രം, ഇസ്ലാമിക് എക്കണോമിക്സ് എന്ന് പറയുന്നത് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, സ്ത്രീക്ക് ജോലി ചെയ്യാനുള്ള അനുവാദവും സ്ത്രീക്ക് സ്വത്തിൽ അവകാശവും നൽകിയത് യഥാർത്ഥത്തിൽ ഒരു അധികപ്പറ്റാണ് എന്ന്. ഒരു ബാധ്യതയും അടിച്ചേൽപ്പിക്കാതെ, എന്നാൽ അവളുടെ കഴിവ്, അവൾ ആർജിച്ച വിദ്യാഭ്യാസം, അവർ ആർജിച്ച വിദ്യ അത് സമൂഹത്തിൽ അർപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് അവൾക്കത് അനുവദിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കുടുംബം എന്ന സംവിധാനത്തിൽ സന്താനം എന്നത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ഭാവിയാണ്, മനുഷ്യ വിഭവം തന്നെയാണ് ഏതൊരു സമൂഹത്തിൻ്റെയും ഏറ്റവും വലിയ, ഏറ്റവും സുരക്ഷിതമായ വിഭവം. ഈ വിഭവം യഥാവിധി സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെ അങ്ങാടിയിൽ ഇറങ്ങി പണിയെടുക്കുക. സദാസമയം അങ്ങനെ ആയാൽ പറ്റുകയില്ല. ചിലപ്പോഴൊക്കെ കുടുംബത്തിന് വേണ്ടി ഒരാൾ മാറി നിൽക്കേണ്ടി വരും. അത് പിന്നെ പ്രസവം എന്ന ചുമതല ഏൽപ്പിച്ച പെണ്ണ് തന്നെയാണ് എന്ന് തന്നെയാണ് പ്രകൃതിമതമായ ഇസ്ലാം വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനിയും ഒരുപാട് വിഷയങ്ങളുണ്ട്. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സ്ത്രീകളുടെ ഇടപെടലുകൾ ഒരുപാട്, ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെയൊന്നും സ്ത്രീയെ ഇസ്ലാം മാറ്റി നിർത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, നാം പ്രത്യേകിച്ചും എൻ്റെ GIO പ്രായത്തിലുള്ള മക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നാം
ശ്രമിക്കേണ്ടത് ഇസ്ലാം വിഭാവന ചെയ്യുന്ന ഉത്തമയായ ഒരു മുസ്ലിമത്താകുവാൻ വേണ്ടിയാണ്, ഒരു സ്ത്രീ ആകുവാൻ വേണ്ടിയാണ്. നമുക്ക് നമ്മുടേതായ ദൗത്യങ്ങൾ ഈ സമൂഹത്തിൽ നിറവേറ്റുവാനുണ്ട്, നിർവഹിക്കുവാനുമുണ്ട്. അതിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും ഇസ്ലാം അനുവദിച്ചു തന്നിട്ടുണ്ട്. പലപ്പോഴും women weren't created to do everything a man can do. Women were created to do everything a man can't do. ഒരു പുരുഷന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ വരെ ചെയ്യുവാനാണ് സ്ത്രീയെ സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലാതെ പുരുഷനെ പോലെ വസ്ത്രം ധരിച്ച് പുരുഷൻ ചെയ്യുന്നതെല്ലാം ചെയ്താലേ എനിക്ക് സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുകയുള്ളൂ എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ആ സമൂഹം സ്ത്രീയെ ശരിയായ രീതിയിലല്ല കാണുന്നത് എന്ന്. എനിക്ക് ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൽ അംഗീകാരം ലഭിക്കണമെങ്കിൽ ഞാൻ പുരുഷൻ ചെയ്യുന്നത് പോലെ എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നെ ഒരു രണ്ടാംകിട പൗരയായിട്ടാണ്, അല്ലെങ്കിൽ എനിക്കെന്തോ കുറവുള്ളതായിട്ടാണ് ഈ സമൂഹം കാണുന്നത് എന്നാണ്. അങ്ങനെയല്ല. പുരുഷന് പുരുഷനായും സ്ത്രീക്ക് സ്ത്രീയായും ജീവിക്കുവാനും, പുരുഷന് പുരുഷന്റെ ദൗത്യം നിർവഹിക്കുവാനും സ്ത്രീക്ക് സ്ത്രീയുടെ ദൗത്യം നിർവഹിക്കുവാനും, രണ്ടുപേരും കൂടി കുടുംബത്തിലും സമൂഹത്തിലും നിർവഹിക്കേണ്ടുന്ന ദൗത്യങ്ങൾ നിർവഹിക്കുവാൻ പരസ്പരം തോളോട് തോൾ ചേർന്നുകൊണ്ട് ഇസ്ലാമിക വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുവാനുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ഇസ്ലാം അനുവദിച്ചിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രീതിയിൽ ഇസ്ലാമിൽ എങ്ങനെയാണ് സ്ത്രീയെ കാണുന്നത്? യഥാർത്ഥത്തിൽ ലോകത്തുള്ള ഏത് ഇസം എടുത്തു നോക്കിയാലും, ഏത് വ്യവസ്ഥ എടുത്തു നോക്കിയാലും യാതൊരുവിധ മുൻധാരണകളുമില്ലാതെ വളരെ തുറന്ന മനസ്സോടുകൂടി നാം സമീപിക്കുകയാണ് എങ്കിൽ നമുക്ക് അടിവരയിട്ട് പറയുവാൻ സാധിക്കും, നിങ്ങൾക്ക് ബോധ്യപ്പെടും, ഇസ്ലാമാണ് യഥാർത്ഥത്തിൽ സ്ത്രീക്ക് ഏറ്റവും നല്ല സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും സ്വത്വബോധവും നൽകിയിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ, അമേരിക്കയിലാവട്ടെ, ബ്രിട്ടനിലാവട്ടെ, യൂറോപ്യൻ മറ്റു രാജ്യങ്ങളിലാവട്ടെ, ഇസ്ലാമിലേക്ക് ആളുകൾ കൂടുതലായി, വിദ്യാസമ്പന്നരായ യുവതികൾ, പെണ്ണുങ്ങൾ കൂടുതലായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഈ ഒരു വസ്തുത മനസ്സിലാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരിമാർ ഇത് മനസ്സിലാക്കുവാനും, സമൂഹത്തിൽ ഈ സന്തുലിതാവസ്ഥ, ഇസ്ലാമിന്റെ സന്തുലിതാവസ്ഥയുടെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അത് സ്ത്രീക്ക് നൽകിയിട്ടുള്ള സ്ഥാനം. ഈ സന്തുലിതാവസ്ഥ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ നിലനിർത്തിക്കൊണ്ട്, ഇത് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സമൂഹത്തിൽ മുമ്പ് ഇപ്പോഴും നമ്മുടെ ഇസ്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ദൗത്യം ആളുകൾ എന്തും പറയട്ടെ, നമ്മുടെ സമൂഹത്തോട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ സമൂഹത്തിലെ അധസ്ഥിതരായ, അടിച്ചമർത്തപ്പെട്ട ഏത് മതവിഭാഗത്തിലേതാവട്ടെ സ്ത്രീകൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കേണ്ടവരാണ് നമ്മൾ. അവരോട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുവാനുള്ള പ്രചോദനമാവട്ടെ ഈ സെമിനാർ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.